ഇപ്പൊ കാറ്റഗറൈസ് ചെയ്യുന്നു ഈ ജെൻസി ആൽഫ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പത്തെ ജനറേഷൻ കുറെ ആൾക്കാരുണ്ട്. അതിനെ എങ്ങനെയാ നമ്മൾ കാണണ്ടേ? ഈ ജെൻസി ജനാൽഫ എന്നൊക്കെ പറയുന്ന ഈ ജനാൽഫ കുട്ടികൾ പ്രത്യേകിച്ച് ഇപ്പൊ എന്റെ മോളൊക്കെ ജനാൽഫ എന്ന് പറയുന്ന കാറ്റഗറി ഇത് അങ്ങനെ അത് പറഞ്ഞു തരണം ആ വേർഡിന്റെ മീനിങ്. ഞാൻ അത്ര എത്തിയില്ല, പഠിക്കണം ഇനി. അപ്പോ ആക്ച്വലി ജനാൽഫ എന്ന് പറയുന്നത് 2010 തൊട്ട് ഇങ്ങോട്ടേക്ക് ജനിച്ചിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ അവരെന്ന് പറഞ്ഞാല് ഡിജിറ്റൽ യുഗത്തിലേക്കാണ് ജനിച്ചു വീണത്. അപ്പൊ നമ്മൾ കാണാത്തൊരു വേൾഡിന്റെ ഡയമെൻഷൻ കണ്ടുകൊണ്ട് അവര് വരുന്നത്. അവര് ജനിച്ചപ്പോ തന്നെ അവരുടെ മുഖത്ത് മറ്റേ ക്യാമറയുടെ ഫ്ലാഷ് വീണിട്ടുണ്ട്. അത്രയും അവർക്ക് ഈ മൊബൈൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ക്രീൻ എന്ന് പറയുന്നത് അവരുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് കണ്ടിട്ടാണ് വളർന്നിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഗ്ലോബൽ കണക്ടിവിറ്റി ഉണ്ട്. ലോകത്ത് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് അവർക്കറിയാം. നമ്മൾ ലോകത്തിനെ കാണുന്ന പെർസ്പെക്ടീവിലല്ല അവർ കാണുന്നത്. അപ്പൊ അതിന്റെ വ്യത്യാസം നന്നായിട്ടുണ്ട്. പിന്നെ വളർത്തുന്നത് 2000 ഇങ്ങോട്ട് ജനിച്ച കുട്ടികൾക്ക് 2010 തൊട്ട് ഇങ്ങോട്ടേക്കുള്ള കുട്ടികളാണ് നമ്മൾ ജെൻ ആൽഫ. ഓക്കെ. ജെൻസി അതിന്റെ തൊട്ട് മുന്നുള്ള ജനറേഷൻ 2000 to 2010. യെസ്, അല്ല 2000 തൊട്ട് ഇങ്ങോട്ടേക്ക് ഇപ്പൊ ഒരു 25 വയസ്സ് 26 വയസ്സൊക്കെ ആയിട്ടുള്ളവരെ അവരെ ജെൻസി എന്ന് പറയുന്നത്. ആൽഫയോ അങ്ങനെയില്ല, ജെൻ ആൽഫയാണ്. ജെൻ ആൽഫ, പിന്നെ ജെൻ ബീറ്റ. ഇപ്പൊ ഈ 2020 ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. പറയൂ. ഇവരുടെ ലോകം മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവര് പല കാര്യങ്ങളെയും കാണുന്ന അപ്രോച്ച് മാറിയിട്ടുണ്ട്. ജെൻ ബീറ്റ എന്ന് പറഞ്ഞാൽ അപ്പൊ 2025 തൊട്ട് ഇങ്ങോട്ടേക്ക് ജനിച്ചിട്ടുള്ള കുട്ടികളെയാണ് നമ്മള് കുഞ്ഞുങ്ങളാണ് ജെൻ ബീറ്റ എന്ന് പറയുന്നത്. അപ്പൊ അവരാണെങ്കിലും ജനിച്ചത് മറ്റേ AI വേൾഡിലേക്കാണ്. അപ്പൊ അവര് മറ്റവര് കണ്ടതിനെ കഴിഞ്ഞ് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഈ ലോകത്തിനെ കാണുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇവരെ പണ്ടത്തെ ട്രഡീഷണൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ഇവരെ കറക്റ്റ് ചെയ്യാനും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അമ്മ പറഞ്ഞു കൊടുത്താലേ ഒരു കാര്യം മനസ്സിലാവുള്ളൂ. ജീവിക്കാനുള്ള സ്കിൽസ് ഒക്കെ മുതിർന്നവരായിരുന്നു പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ റെസ്പെക്ട് വളരെ സ്വാഭാവികമായിട്ട് വരുന്നൊരു കാര്യമായിരുന്നു. നമ്മൾ അവരെയാണോ ലുക്ക് ഫോർവേഡ് ചെയ്യണത്. ഇപ്പൊ മീൻ പിടിക്കാൻ അറിയണമെങ്കിൽ, മരത്തെ കയറാൻ അറിയണമെങ്കിൽ, വിറക് വെട്ടണമെങ്കിൽ, കുക്ക് ചെയ്യണമെങ്കിൽ ഇതൊക്കെ മുതിർന്നവരെ പഠിപ്പിക്കണം. അപ്പൊ നമ്മൾ ആ ഒരു നോളജിന്റെ സോഴ്സ് എന്നുള്ളത് കൊണ്ടും നമുക്ക് ജീവിക്കണമെങ്കിൽ ഇവർ ആവശ്യമായതുകൊണ്ട് മുതിർന്നവരോട് അങ്ങനത്തെ ഒരു റെസ്പെക്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതിന്റെ ആവശ്യമില്ല. അവർക്ക് അല്ല റെസ്പെക്ട് പോകുന്നല്ല, പക്ഷെ ആ റെസ്പെക്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ലവിന്റെ ബേസ് കൊണ്ട് കണക്ട് ചെയ്ത് നിന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇതിന്റെയൊക്കെ ഡെഫിനേഷൻസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അതുകൊണ്ടല്ല ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിലും ക്ലാസ്സിൽ കുട്ടികളെ അടക്കിയിരുത്താനൊക്കെ വേണ്ടിയിട്ട് അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന പണ്ടത്തെ മെത്തേഡ്സ് ഒന്നും വർക്ക് ആവുന്നില്ല. ആ കുട്ടികൾ പറയരുത് ഇപ്പൊ ടീച്ചർ പഠിപ്പിച്ചില്ല ഞാൻ വീട്ടിൽ പോയി പഠിക്കും. മനസ്സിലായോ? അപ്പൊ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ വരുന്ന ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഓടി ഇങ്ങോട്ട് എത്തുന്നതിന് മുന്നേ ലോകം എവിടെയോ പെട്ടെന്ന് അങ്ങോട്ട് ഇപ്പൊ ഞാനിപ്പോ പറയുമ്പോൾ നമ്മുടെയൊക്കെ പേരൻസ് നമ്മളെ വളർത്തിയ ഒരു ലോകം ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവർ വളർത്തി വിട്ടത്. പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ ആക്ച്വലി ആ ലോകം ഇവിടെ ഇല്ല. ആ ലോകമൊക്കെ മാറിയേ പോയി. നമ്മുടെ കൾച്ചർ മാറി, നമ്മുടെ വാല്യൂസ് മാറി, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മാറി, എവറിത്തിങ് എല്ലാം ചേഞ്ച് ചെയ്യുന്ന നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ മാറി. എല്ലാം മാറിയപ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റം ഓരോ ജനറേഷനും ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് അവരെ ഒന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണക്ഷൻ ഉണ്ടാവും. എനിക്ക് കണക്ഷൻ ഉണ്ട്, തല്ലും കൊടുത്തിട്ടുണ്ട്. എനിക്കത് മാത്രമേ അറിയുള്ളൂ. മൂന്നും വളർന്നു. ഇനിയിപ്പം തെറ്റും ശരിയും 3 പേർക്ക് നല്ലോണം അറിയാം. ഇപ്പൊ അവർ ഡിസൈഡ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ കൂടുതൽ ഈ വടിയും പിടിച്ചൊന്നും പുറകെ നടക്കാറില്ല. ദേ നോ വാട്ട് ടു ഡു അല്ലെ. ഒരു സാറ്റിസ്ഫൈഡ് മദർ, എനിക്ക് തൃപ്തിയായി. ഇനിയിപ്പോ അവര് തെറ്റും ശരിയും തിരഞ്ഞെടുക്കാനുള്ള പ്രായമായി. ഇനിയിപ്പോ ഡിസിഷൻ അവർക്കാണല്ലോ. ഇനിയിപ്പോ അവര് റെസ്പെക്ട് ചെയ്യുക. അവർക്ക് ആ ഒരു റെസ്പെക്ട് എപ്പോഴും പേരന്റിങ്ങിൽ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോ പിള്ളേരോട് കിടന്ന് ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ പിള്ളേരോട് ഇങ്ങനെ ബഹളം വെക്കും. പക്ഷെ നമ്മൾ തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടിയോ അല്ലെങ്കിൽ അപ്പുറത്ത് വരുന്ന ഒരാളോ ഒരു ഗസ്റ്റോ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ബിഹേവ് ചെയ്യില്ല. നമ്മൾ ആ റെസ്പെക്ട് കാണിക്കുമല്ലോ. അപ്പം വീട്ടിൽ പലപ്പോഴും പലരും മിസ് ചെയ്യുന്നത് പിള്ളേരോട് ആ ഒരു റെസ്പെക്ട് കാണിക്കാൻ. അത് കാണിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് കണക്ഷൻ ഫീൽ ചെയ്യും. അങ്ങനെ അശ്വതി അടുത്ത് വരുന്ന ആൾക്കാരുണ്ടോ അങ്ങനെ കുട്ടികളോട്? ഇപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ കുട്ടികളായിട്ട് തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ ഇത്തരത്തിലുള്ള അതെന്താന്ന് വെച്ചാൽ നമ്മൾ പല അഡൽട്സിനെ ഇപ്പൊ കാണുമ്പോൾ അവരുടെ കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് ഏറ്റവും വലിയ ട്രോമയായിട്ട് പറയുന്നത്.
അപ്പോൾ അങ്ങനെ അവർ പറയുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ വളരെ നിസ്സാരം എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളായിരിക്കും, പക്ഷെ അന്ന് അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് സുഖമില്ലാണ്ടിരുന്ന സമയത്ത് അമ്മ എന്നെ ഇട്ടിട്ട് അനിയനെ നോക്കാൻ പോയി. ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മളിപ്പോൾ ആലോചിക്കും, പക്ഷെ ഇവരിത് വളരെ ഇന്റൻസ് ആയിട്ടൊരു തെറപ്പി റൂമിലൊക്കെ ഇരുന്നിട്ട് പറയുന്ന കാര്യങ്ങളാണ്. എനിക്കിപ്പോഴും എനിക്ക് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ അമ്മ എന്നെ ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ അമ്മയ്ക്ക് അനിയനാണ് പ്രയോറിറ്റി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇതൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. പക്ഷെ വലിയ വലിയ ഇതുപോലെയുള്ള സംഭവങ്ങൾ കൊണ്ട് നടക്കുന്ന പേരൻസിനോട് അങ്ങനെ പ്രശ്നങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ല, അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യും? യു സോൾവ് ഇറ്റ് ഔട്ട്? ഞാൻ പറയില്ല, പക്ഷെ വി ഹാവ് എ ടീം. ശരിക്കും ആ ഒരു ട്രോമയിന്നൊക്കെ വെളിയിൽ വന്ന ആൾക്കാരുണ്ട്. ഓ പിന്നെ ഇഷ്ടം പോലെ, ഉറപ്പായിട്ടും. യെസ്, ദാറ്റ്സ് ഗുഡ് അല്ലേ.